ഇന്ന് നെയ്യ് ആക്കുക. പശുമ്പാൽ ഇങ്ങനെ കാച്ചി വെക്കുക. ഇങ്ങനെ കാച്ചി തണുത്ത് കഴിയുമ്പോഴത്തെ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ ഈ നെയ്യെല്ലാം കൂടെ നല്ല കട്ടിയായിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് ആ നെയ്യ് എടുത്ത് ഒരു ടിന്നത്തിട്ട് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളപ്പം 10 15 നമ്മൾ ആ നെയ്യുള്ള പോലെ അത് മിക്സിയിലിട്ട് അടിച്ച് നല്ല തണുത്ത വെള്ളത്തിൽ അടിച്ചിട്ട് ഇതിന്റെ കുപ്പിയിലിട്ട് വെക്കും. അത് കഴിഞ്ഞിട്ട് നിറയുമ്പോൾ ഞാൻ അടിക്കും. ഇത് 500-ന്റെ ഒരു ബോട്ടിൽ നിറച്ച നെയ്യാണിത്. അത് അടിച്ചെടുത്തിട്ട് കിട്ടിയ ഇത്ര നെയ്യ്. ഇത് കണ്ടോ, ഇത്ര നെയ്യ് കിട്ടിയിട്ടുണ്ടോ? 15 ദിവസത്തെ നെയ്യായത്. ഇനി ഇത് നല്ലപോലെ ഇത് കഴുകിയതാണേ. ഇനി അത് കഴുകി നമ്മൾ അടുപ്പേ വെച്ച് തണുത്ത വെള്ളത്തിൽ അരച്ചുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. അല്ലെങ്കിൽ ഉരുകി പോകും. തണുത്ത വെള്ളത്തിൽ അരക്കണം, അല്ലെങ്കിൽ അടിച്ചില്ലെങ്കിൽ ചൂടല്ലേ, ചൂടായോണ്ട്. ഇനിയിപ്പോ ഇത് പിന്നെ ഞാൻ 3-4 തീര് കഴുകിയെടുത്തതാണ്. ഇനി ഇത് കഴുകി ഇനി ഇത് അടുപ്പേ വെച്ച് ഇങ്ങനെ നല്ലപോലെ ഉരുകി കഴിയുമ്പോൾ ഇത് വെള്ളമെല്ലാം പറ്റി കഴിഞ്ഞിട്ട് പൊട്ടും. ഇങ്ങനെ പൊടുപൊടുന്ന് പൊട്ടും. ആ പൊട്ടൽ നിന്ന് കഴിയുമ്പം വാങ്ങി തണുപ്പിച്ചിട്ട് കുപ്പിയിലാക്കി വെക്കുക. അങ്ങനെയാണ് നെയ്യാക്കുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ 1 ലിറ്റർ നെയ്യ് കൊടുത്തു. ഇനി മക്കൾക്ക് ദുബായിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു 2 ലിറ്റർ നെയ്യാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇനി അടുപ്പയിലിട്ട് നമ്മൾ വന്നതിന് ശേഷമുള്ള 15 ദിവസത്തെയാണ് ഇത്രയല്ലേ. നമ്മൾ പാൽ അധികം എടുക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ പാല് എടുക്കുന്നുണ്ട്. നമ്മളിപ്പോ 1 ലിറ്റർ പാല് ഒരു നേരം 1 ലിറ്റർ പാലേ എടുക്കുന്നുള്ളൂ. അപ്പൊ അതിന്റെ നെയ്യാണ് ഇത്രയും. പക്ഷെ ഞങ്ങൾ തന്നെ ആകുമ്പം നമുക്ക് 20-22 ദിവസമെങ്കിലും ആണ്. ഇതിനകത്തെ വെള്ളം, ഈ നെയ്യുടെ വെള്ളം ഇങ്ങനെ പൊട്ടും. ഇങ്ങനെ കണ്ടോ, ഒച്ച കേൾക്കുന്നുണ്ടോ? ഇത് വെള്ളം പറ്റി കഴിയുമ്പം ഒച്ചയില്ലാതെയാകും. അന്നേരം അത് നെയ്യ് മൂത്തും. എന്നിട്ട് നമ്മളിത് എന്നിട്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നല്ല തണുത്ത് കഴിയുമ്പോൾ കുപ്പിക്കകത്താക്കി അരിച്ചിട്ട് കുപ്പിയിലെടുത്ത് വെക്കുക. ഇത് പൊട്ടി തീരുന്നതാണ് ഇതിന്റെ പാകം മൂക്കുന്നത്. അല്ലെങ്കിൽ വെള്ളമയം ഉണ്ട് വേഗം നെയ്യ് കേടായി പോകും. വെള്ളം തികച്ചും പൊട്ടി തീരണം. ഇല്ലില്ല. ഇത് എച്ചപ്പിന്റെ പശുവിന്റെ നെയ്ക്ക് ഇത്രയും കളറില്ല. ഇത് പിന്നെ മറ്റേ പശുവല്ലേ, ഇത് എച്ചപ്പല്ല. എച്ചപ്പിന്റെ വെറും വെള്ളം നെയ്യ, ഒരു നിറമില്ല. ഇത് ജേഴ്സിയും സിന്ധിയും എല്ലാം കൂടെ ഉള്ള ക്രോസ് അല്ലേ. നമുക്ക് നെയ്യും ഉണ്ടേ. ഇവിടെ പാലിനും വിലയുണ്ടാവും. പക്ഷെ നമ്മുടെ എച്ചപ്പിന്റെ പശു കണ്ടോ, വെറും വെള്ളപ്പാലാ. കൊഴുപ്പുള്ള പാലാണെല്ലാം കൂടുതൽ കിട്ടുള്ളൂ. പൊട്ടുന്നുണ്ടോ? അതെല്ലാം ഇനി വെള്ളം പൊട്ടി തീരണം. ഇത് ഫുൾ ഫ്ലെയിമിലാണ് വെക്കേണ്ടതല്ലേ. പിന്നെ കുറെ പൊട്ടി കഴിയുമ്പോൾ നമ്മൾ കുറച്ചു എടുക്കും. ചിലരിങ്ങനെ മോരിനകത്ത് മോര് കലക്കിട്ട് മോരെന്ന് പറഞ്ഞാൽ നമ്മൾ അന്നേരം പാൽ അത്രയും നമ്മളല്ല വെറുതെ നമുക്ക് കൊടുക്കാൻ പറ്റിയല്ലോ. ഇതാകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പാലിന്റെ നെയ്യ് അങ്ങോട്ട് മാറ്റി വെച്ചാൽ അത് ഉറ ഒഴിച്ച് അത് ഉറ ഒഴിക്കണ്ട, വെറുതെ ടിന്നകത്തിട്ട് വെച്ചിട്ട് നമ്മൾ കലക്കിട്ടാണ് നല്ല തണുപ്പുള്ള, അല്ലെങ്കിൽ ഉരുകിപ്പോവും. അന്നേരം എല്ലാവരും വെളുപ്പിനൊക്കെ ആണെങ്കിലും മിക്സിയിൽ അടിക്കുമ്പോൾ ഇതിന് ചൂടാവൂല്ലേ. നല്ല തണുത്ത വെള്ളത്തിലടിക്കണം. ഞാനിത് കലക്കാറാകുമ്പം മിക്സിക്കകത്ത് വെള്ളം അല്ല കുപ്പിക്കകത്ത് വെള്ളം നിറച്ച് വെക്കും. മമ്മി ഇതിപ്പോ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിട്ടേ മമ്മി ആദ്യത്തെ സ്റ്റെപ്പ് മുതൽ ഒന്നുകൂടെ പറയൂ. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ പാല് കാച്ചുക. നമ്മൾ ആവശ്യം നമ്മൾ 1 ലിറ്റർ 2 ലിറ്റർ അത്രയും പാല് കാച്ചി അതിന്റെ പാട എടുത്ത് പിന്നെ അത് ആദ്യം പാല് കാച്ചി ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ നമ്മൾ 2-3 മണിക്കൂർ കഴിയുമ്പോൾ എടുത്ത് അതിന്റെ പാട എടുത്തിട്ട് ഒരു പാത്രത്തിലെടുത്ത് സൂക്ഷിച്ച് വെക്കുക. എന്നിട്ട് 10-15 എത്രയും ദിവസം നമുക്ക് ഉരുക്കിയെടുക്കാൻ കടകപ്പ് പൊട്ടലിൽ നിന്നു അത് മിക്സിക്കകത്ത് അടിച്ച് ആ നെയ്യ് നല്ല നല്ല തണുത്ത വെള്ളത്തിൽ അടിച്ച് നല്ല ഉരുണ്ട് വരുമോ നെയ്യ്. അതിപ്പോൾ കാണിച്ച പോലെ എടുത്ത് കഴുകി 3-4 നേരം കഴുകി പിന്നെ അടുപ്പേ വെച്ച് ഉരുക്കി തണുത്ത് കഴിയുമ്പോൾ അരിച്ച് കുപ്പിയിലാക്കുക. അത്രേ ഉള്ളൂ നെയ്യ്. സിമ്പിൾ പരിപാടി. ഇതാണോ പൊട്ടി കഴിഞ്ഞു കണ്ടോ, പൊട്ടു വച്ചല്ലേ കണ്ടോ, കണ്ടോ ഇത്ര ചൂടോ കൂട്ടിച്ചല്ലേ കണ്ടോ. ഇപ്പം മൂത്ത് നെയ്യ്. ഇനി പിന്നെ വെള്ളമയം എന്താ വെച്ച് കണ്ടോ പറ്റി. ഇനി ഈ സാധനം തണുത്ത് കഴിയുമ്പോൾ നമ്മൾ പിന്നെ അരിപ്പയ്ക്കകത്ത് അരിച്ച് കുപ്പിക്കകത്താക്കി വെക്കും. അപ്പം എനിക്കൊന്ന് 2 ലിറ്റർ അല്ല ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാക്കി ഒന്ന് നമ്മൾ 750 ഒരു കുപ്പി, പിന്നെ 2-500 ഒരു 3-500 കണ്ടുണ്ടോ. ഇതും കൂടെ ആകുമ്പോൾ തണുത്ത് കഴിയുമ്പോൾ കുപ്പിക്കകത്തെടുത്ത് വെക്കണം. അങ്ങനെയാണ് നെയ്യ് ഉണ്ടാക്കുന്നത്. 1 ലിറ്ററിന് 1200 രൂപയുണ്ട് നെയ്ക്ക്, നാടൻ നെയ്ക്ക്. ഇതാണ് നമ്മൾ നെയ്യെടുത്ത് ഉരുക്കി തണുപ്പിച്ച് കുപ്പിയിലാക്കിയ നെയ്യാണിത്. ഇതാണത് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി മമ്മി ആക്കിയതാണ്. വേണ്ടേ, ഇഷ്ടം പോലെ നെയ്യുണ്ട്. ഇനിയുണ്ട്, വേറെ ഉണ്ട്, കുപ്പിയിലുണ്ട്.
ഇനി മമ്മിക്ക് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞ് മമ്മിക്ക് പിന്നെ ആക്കുമ്പോൾ കൊടുക്കുകയും ചെയ്യാം. ആ.